ഇതാ ഇപ്പോൾ മുഖ്യമന്ത്രി നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെ ഭാഗമായി LDF സ്ഥാനാർത്ഥികളോടൊപ്പം എത്തുകയാണ്. നമ്മൾ അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. LDFന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം. ജോസ് കെ മാണിയും PP സുനീറുമാണ് LDFന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥികൾ. അതിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനായി നേതാക്കളും മുഖ്യമന്ത്രിയോടൊപ്പം തന്നെ മന്ത്രിമാരൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മൾ അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാ പത്രിക സമർപ്പിക്കുകയാണ് നിയമസഭാ സെക്രട്ടറിക്ക് മുൻപാകെ. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ നിയമസഭാ മന്ദിരത്തിൽ നിന്ന് നമ്മൾ കാണുകയാണ്. LDFന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം. മുഖ്യമന്ത്രിയും സ്ഥാനാർത്ഥികളും മന്ത്രിമാരും ചേർന്നാണ് ഈ പത്രികാ സമർപ്പണത്തിനായി എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ജോസ് കെ മാണി പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. തൊട്ടരികിൽ മുഖ്യമന്ത്രിയെ നമുക്ക് കാണാൻ കഴിയും. മന്ത്രി റോഷി അഗസ്റ്റിനുണ്ട്. മന്ത്രി കെ കൃഷ്ണൻകുട്ടി അടക്കമുള്ളവരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിൻ്റെ ഭാഗമായിട്ടെത്തി പത്രിക സമർപ്പിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. LDFന്റെ 2 രാജ്യസഭാ സ്ഥാനാർത്ഥികൾ ഇപ്പോൾ ജോസ് കെ മാണി പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. ആ പത്രിക പരിശോധിച്ച് അത് സ്വീകരിക്കുന്നതിന് ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും സ്ഥാനാർത്ഥികളുടെ ഒപ്പമുണ്ട്. ഈ പത്രികാ സമർപ്പണത്തിൻ്റെ ഭാഗമായിട്ട് പത്രിക നൽകുകയാണ്. അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിയമസഭയിൽ നിന്ന് ജോസ് കെ മാണി പത്രിക സമർപ്പിച്ച അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ഒപ്പിട്ട് നൽകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. തൊട്ടരികെ ജോസ് കെ മാണിയുടെ തൊട്ടരികെ നമുക്ക് മുഖ്യമന്ത്രിയെ കാണാൻ കഴിയും. ഒപ്പം തന്നെ മന്ത്രി റോഷി അഗസ്റ്റിനുണ്ട്. മന്ത്രി കെ കൃഷ്ണൻകുട്ടി അടക്കമുള്ളവരൊക്കെ ഈ പത്രികാ സമർപ്പണത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തോടൊപ്പം ഉണ്ട് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. LDFന്റെ 2 രാജ്യസഭാ സ്ഥാനാർത്ഥികൾ ജോസ് കെ മാണി ഒപ്പം തന്നെ CPIയുടെ PP സുനീർ എന്നിവരാണ് രാജ്യസഭാ സ്ഥാനാർത്ഥികളായിട്ടുള്ളത്. അതിൽ ജോസ് കെ മാണി ഇപ്പോൾ പത്രിക സമർപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ നിയമസഭയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. പത്രിക സമർപ്പിച്ച് അതിൽ ഒപ്പുവച്ച് വരണാധികാരിക്ക് നൽകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വിജിൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. വിജിൻ, LDF രാജ്യസഭാ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണമാണ്. ഇപ്പോൾ ജോസ് കെ മാണി പത്രിക സമർപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായും മുഖ്യമന്ത്രി അതുപോലെ തന്നെ LDFലെ ഘടകകക്ഷി നേതാക്കൾ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ചേർന്നാണ് ജോസ് കെ മാണിയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനായി സ്പീക്കറുടെ സെക്രട്ടറിയുടെ ചേംബറിലേക്ക് നിയമസഭാ സെക്രട്ടറിയുടെ ചേംബറിലേക്ക് എത്തിയത്. ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം LDFന്റെ CPIയുടെ സ്ഥാനാർത്ഥി PP സുനീർ കൂടി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തും. മുഖ്യമന്ത്രിയും ഒപ്പമായിരിക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. എന്തായാലും 2 സ്ഥാനാർത്ഥികളുടെയും നാമനിർദ്ദേശ പത്രിക ഇപ്പോൾ തന്നെ സമർപ്പിക്കും എന്നതാണ്. 2 പേരും രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടും. LDF സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥി നേരത്തെ തന്നെ നോമിനേഷൻ നൽകിയിരുന്നു. ഇപ്പോൾ നിയമസഭയിൽ നിന്ന് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മന്ത്രിമാരും മറ്റ് ഘടകകക്ഷി നേതാക്കളും ഉൾപ്പെടെയുള്ളവർ പുറത്തേക്കിറങ്ങി നാമനിർദ്ദേശ പത്രിക നിയമസഭാ സെക്രട്ടറിക്ക് സമർപ്പിക്കുകയാണ്. ജോസ് കെ മാണി രാജ്യസഭാ സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ നിയമസഭാ നിയമസഭയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിയമസഭാ സെക്രട്ടറിക്ക് മുൻപിലാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഘടകകക്ഷി നേതാക്കളുമൊക്കെ ഈ പത്രികാ സമർപ്പണത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. LDFന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥികളുടെ പത്രികാ സമർപ്പണം, അതിൽ ജോസ് കെ മാണിയുടെ പത്രികാ സമർപ്പണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. മുഖ്യമന്ത്രിയുണ്ട്, അതുപോലെ തന്നെ മന്ത്രി റോഷി അഗസ്റ്റിനുണ്ട്, ഒപ്പം തന്നെ കെ കൃഷ്ണൻകുട്ടി മന്ത്രിയെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ പൂഞ്ഞാർ MLA ഒക്കെ ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പത്രികാ സമർപ്പണം ഏകദേശം പൂർത്തിയാവുകയാണ്. അതിൻ്റെ ഒപ്പുകളൊക്കെ വച്ച് പത്രിക സമർപ്പിച്ച് അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങൾ, നിയമസഭയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.